ഹൃദയത്തിൽ ഇങ്ങനെ കൊത്തിവെക്കേണ്ട 3 കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നോടെന്ന പോലെ ഞാൻ എൻ്റെ ജീവിതത്തിലും കാത്തു സൂക്ഷിക്കുന്നത് പോലെ, സൂക്ഷിക്കേണ്ടതുപോലെ നമ്മൾ ഓരോരുത്തരും ഓർക്കുക, നമ്മുടെ ബന്ധങ്ങൾക്കുള്ളിൽ, കുടുംബം എന്ന ആ സ്നേഹവലയത്തിനുള്ളിൽ മക്കളെ നിർത്താൻ സൂക്ഷിക്കേണ്ട 3 ബന്ധങ്ങൾ. ഒന്നാമത്തേത് ശാരീരിക ബന്ധം, രണ്ടാമത്തേത് ആത്മീയ ബന്ധം, മൂന്നാമത്തേത് മാനസിക ബന്ധം. ഈ 3 അടുപ്പങ്ങളാണ്. മറ്റു ബന്ധങ്ങളെ പോലെയല്ല നമ്മൾ കുടുംബം. ഒരു മനുഷ്യൻ എന്ത് വ്യക്തിയാകണം, ഏത് രൂപത്തിലാകണം, അയാളുടെ ഇൻഡിവിജ്വാലിറ്റി എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ബന്ധങ്ങളാണ്, അയാളുടെ കൂടെയുള്ളവരാണ്, അയാളുടെ കുടുംബമാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ കുടുംബത്തിനുള്ളിൽ ഈ 3 ബന്ധങ്ങളും വേണം. എന്താണ് ശാരീരിക അടുപ്പം എന്ന് പറഞ്ഞാൽ? എന്താ? ഉമ്മയും ഉപ്പയും പരസ്പരം സ്നേഹിക്കുന്നത് പോലെ മക്കൾ പരസ്പരം ശാരീരികമായ ബന്ധങ്ങൾ ഉണ്ടാവണം. അവർ തമ്മിൽ കെട്ടിപ്പിടിക്കണം. മക്കളും വാപ്പയും ഉമ്മയും തമ്മിൽ കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം. ശാരീരിക അടുപ്പങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ സ്നേഹം എന്താണെന്ന് മക്കളുള്ളിൽ നിന്ന് കാണുകയുള്ളൂ, വീട്ടിൽ നിന്ന് കാണുകയുള്ളൂ. അതുകൊണ്ടല്ലേ ഏറ്റവും പ്രിയങ്കരനായ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഓരോരുത്തരോടും ഉണർത്തിയത്, നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക, മക്കൾക്ക് മുൻപിൽ വെച്ച് പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക. ഇതുപോലൊരു സദസ്സെന്ന് ഇത് പറഞ്ഞ സമയത്ത് ഒരു ഉപ്പ എഴുന്നേറ്റ് നിന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചതാ, അല്ല മോളെ, തന്നെ പോകുന്ന വലിയ മക്കൾ മുമ്പിൽ ഇരിക്കുമ്പോൾ ഉമ്മയും വാപ്പയും വായിക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുകയാണോ എന്ന്. ഇത്തിരി കോപത്തിലാണ് ചോദിച്ചത്. പക്ഷെ അതിൻ്റെ ഉത്തരം ഇവിടെ പറയാതെ വയ്യ. വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന സ്നേഹപ്രകടനം മക്കൾക്ക് മുൻപിൽ വെച്ച് കാണിക്കുവാൻ നമ്മൾ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ടതുണ്ട്, എല്ലാവരുടെയും കൈകളിൽ, വിരൽ തുമ്പുകളിൽ അതിനേക്കാൾ വലിയ സ്നേഹപ്രകടനങ്ങളാണ് അവർ കാണുന്നത്. ഒട്ടും റിയൽ അല്ലാത്ത റീൽസുകളിലൂടെ അവർ കാണുന്ന സ്നേഹപ്രകടനങ്ങളുണ്ട്. ഒരു പക്ഷെ അത് തന്നെയാണ് സ്നേഹം, അത് തന്നെയാണ് യഥാർത്ഥ പ്രണയം, അത് തന്നെയാണ് യഥാർത്ഥ ഇഷ്ക് മുഹബത്ത് എന്ന് മനസ്സിലാക്കി അതിലേക്ക് വഴിപെട്ടു പോകുന്ന മക്കൾ. എന്തുകൊണ്ട്? വീട്ടിൽ ഹലാലായ സ്നേഹമുണ്ട്, ഹലാലാക്കപ്പെട്ട പ്രണയം എൻ്റെ വീട്ടിലുണ്ട്. പക്ഷെ അവിടെ കുട്ടികൾ പ്രേമം കാണുന്നില്ല പ്രിയപ്പെട്ടവരെ, അവിടെ പ്രേമം കാണുന്നില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ദേഷ്യം പിടിക്കുന്ന, കലഹിക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഉമ്മയും ഉപ്പയുമാണ് എങ്കിൽ പണ്ടൊരിക്കൽ ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ച പോലെ ചോദിക്കും, എന്തിനാ ഡോക്ടറെ വേലിമ കിടക്കുന്ന പാമ്പിനെടുത്ത് തലയിലിടണേ എന്ന്. കല്യാണത്തിന് സമ്മതിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് അവളെ എന്നോട് ചോദിക്കുക, എന്തിനാ ഡോക്ടറെ വേലിമ കിടക്കുന്ന പാമ്പിനെടുത്ത് തലയിലിടണേ? അപ്പം ഞാൻ ചോദിച്ചു, ഏതാണ് ആ പാമ്പ്? എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ജീവിതമാണ് ആ പാമ്പ്. എൻ്റെ ഉമ്മ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഉമ്മ അനുഭവിക്കുകയാണ് എന്ന്. എൻ്റെ ഉമ്മ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ഉമ്മാൻ്റെ കുട്ടി ഉമ്മാനെ പോലെ ആവരുത് എന്ന്. പിന്നെ എന്തിനാ ഡോക്ടറെ ഇത്ര കഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണത് എന്ന് മക്കൾ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കണം, വിവാഹം എന്ന് പറയുന്നത് അടിമത്വമല്ല. സ്ത്രീ ഭരിക്കപ്പെടുന്നവളോ പുരുഷൻ ഭരിക്കുന്നവനോ അല്ല. പരിശുദ്ധ ഇസ്ലാമിൽ ഭാര്യ ഭർത്താവ് അല്ല പ്രിയപ്പെട്ടവരെ, ഇണകളാണ്. സൗജ് എന്ന് പറയുന്ന മനോഹരമായ വാക്കാണ് പരിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളത്. സൗജ് എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ സ്നേഹം ഒഴുകുന്നവർ എന്നാണ്. ഇണകളാണ്, ചവച്ചരയ്ക്കപ്പെട്ട ഉരുളയേക്കാളും അടുത്തിഴകുന്നവരാണ്, പരസ്പരം പങ്കുവെക്കുന്നവരാണ്, ഈക്വലാണ്. അവിടെയാണ് ഈക്വാലിറ്റി, യഥാർത്ഥ ഈക്വാലിറ്റി അവിടെയാണ്. അവൻ ഭരിക്കുന്നവനോ അവൾ ഭരിക്കപ്പെടുന്നവളോ അല്ല. അങ്ങനെയല്ല പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരുന്ന ദാമ്പത്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മരണാസന്നതയിൽ കടക്കുമ്പോൾ പോലും, മരണമാസന്നമായി കിടക്കുമ്പോൾ പോലും പ്രിയപ്പെട്ട ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലാണ് പ്രവാചകർ കിടക്കുന്നത്. ആ തലമുടി ഇങ്ങനെ മസാജ് ചെയ്തു കൊടുത്ത് അതിങ്ങനെ ചീകിക്കൊടുത്തുകൊണ്ട് തൻ്റെ മടിയിൽ കിടക്കുകയാണ് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചുട്ടു പൊള്ളുകയാണ് പനിച്ചൂടിൽ. ആ നിമിഷത്തിലും തൻ്റെ സഹോദരൻ വരുന്നുണ്ട്. സഹോദരൻ്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. ആ മിസ്വാക്ക് വാങ്ങിക്കുകയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. കാരണം അവൾക്കറിയാം, നമ്മുടെ ഉമ്മയ്ക്കറിയാം, അവരുടെ പ്രിയപ്പെട്ടവന് ഹബീബിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് മിസ്വാക്ക്. അവരവരുടെ കൈ കൊണ്ട് അത് വാങ്ങിക്കുകയാണ്. തൻ്റെ വായിലിട്ട് തൻ്റെ പല്ലുകൾ കൊണ്ട് ചവച്ചരച്ച ആ മിസ്വാക്കിനെ മൃദുലപ്പെടുത്തുകയാണ്. മൃദുലമാക്കിയ ആ മിസ്വാക്ക് കൊണ്ട് ഹബീബ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ദന്തങ്ങൾ വൃത്തിയാക്കി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
അവിടെ പറയുന്നുണ്ട്, അവസാന നിമിഷത്തിൽ പോലും, മരിക്കുമ്പോൾ പോലും ഹബീബ് കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീർ എൻ്റെ ഉമിനീരുമായി കൂടി കലർത്താനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ എന്ന്. അതാണ് പ്രിയപ്പെട്ടവരെ സ്നേഹം, അതാണ് സ്നേഹം. ഇത് വറ്റാനുള്ളതല്ല, സ്വർഗത്തിൽ വെച്ച് നടക്കുന്നതാ ഓരോ വിവാഹങ്ങളും. അള്ളാഹുവാണ് സാക്ഷി. നമുക്കറിയാം 2 മാസം കൊണ്ട് ഡിവോഴ്സ്, 4 മാസം കൊണ്ട് ഡിവോഴ്സ്, അല്ലെങ്കിൽ 1-2 വർഷങ്ങൾ കഴിയുമ്പോഴത്തേന് 2 ജന്മങ്ങൾ മാത്രമായി മാറുന്നു ഒരേ ബെഡ്റൂമിൽ അല്ലെങ്കിൽ ഒരേ വീട്ടിൽ. ചിന്തിക്കേണ്ടതുണ്ട്. വസ്ത്രത്തിനോട് ഉപമിച്ചിട്ടുള്ളത്. വസ്ത്രമാണ് എൻ്റെ വസ്ത്രം, എൻ്റെ ഭംഗിയാണ്, എൻ്റെ ഭംഗിയാണ്, എൻ്റെ അലങ്കാരമാണ്, എൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കുന്നത് കൂടിയാണ്. ഒരു സ്ത്രീ പറഞ്ഞിരുന്നു, എത്ര കൗൺസിലിംഗ് കൊടുത്തിട്ട് ഒരിടയിലുള്ള വഴക്ക് മാറണില്ല. ഞാൻ പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വഴക്ക് ഉണ്ടാക്കാതിരിക്കണ്ട, ബെഡ്റൂമിൽ നിന്ന് ഉണ്ടാക്കിയാൽ മതി, മക്കൾ കേൾക്കാത്ത രൂപത്തിലാക്കാൻ പറ്റൂലേ എന്ന്. ആ സ്ത്രീ പറയാ, ദേഷ്യം പിടിച്ച മൂപ്പർ ആദ്യം ചെയ്യാ വീട്ടിലത്തെ എല്ലാ ഡോറും തുറന്നിടുന്ന്, എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങൂത്രേ, മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ് ചീത്ത വാക്കുകൾ വിളിക്കുക, വഴക്കിടുക എന്ന്. ഇതെന്തുകൊണ്ടാ? ബോധ്യം നഷ്ടപ്പെടുകയാണ് അല്ലേ? ദേഷ്യം വരുമ്പോൾ ബോധം നഷ്ടപ്പെടുന്നത് പോലെ ബോധ്യം നഷ്ടപ്പെടുകയാണ്. നമ്മൾ ഓർക്കണം, പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു? ഒരു രാജ്യം ഭരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ കുപിതനായിക്കൊണ്ട്, ക്ഷുഭിതനായിക്കൊണ്ട്, ദേഷ്യം പിടിച്ചവനായിക്കൊണ്ട് ഒരു മനുഷ്യനും കണ്ടിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും ദേഷ്യം പിടിച്ചിട്ടില്ല, ഒരാളോടും ദേഷ്യപ്പെട്ടിട്ടില്ല. പക്ഷെ മുഖം ചുമന്ന് തുടിക്കുമായിരുന്നു, മുഖം ചുമന്ന് തുടിക്കുമായിരുന്നു വല്ലാതെ ദേഷ്യം വരുമ്പോൾ. പക്ഷെ അതാരോടും പ്രകടിപ്പിച്ചിട്ടില്ല. ഓർക്കുക, നമുക്കിടയിലുള്ള പ്രശ്നങ്ങളുടെ 95% കാരണവും ഈ ദേഷ്യമല്ലേ? ക്ഷമിക്കാൻ കഴിയാത്തതല്ലേ? സഹനശേഷി ഇല്ലാത്തതല്ലേ? ക്ഷമിച്ചു കൊടുക്കുക. അതും പ്രവാചകൻ തന്നെ മാതൃക കാണിക്കുന്നു. പിണക്കങ്ങൾക്കൊടുവിൽ നിങ്ങളിൽ ആരാണോ ആദ്യം ഇണങ്ങുന്നത് അയാളാണ് ഏറ്റവും ഉത്തമൻ എന്ന് പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുമ്പോൾ, ഇണക്കത്തോടൊപ്പം പിണക്കം ഉണ്ടാവും, പക്ഷെ ആദ്യം ഞാൻ മിണ്ടും, എനിക്കാവണം ആ ഏറ്റവും മികച്ചവൾ, എനിക്കാവണം ആ ഏറ്റവും മികച്ചവൻ എന്ന ചിന്തയ്ക്ക് പകരം മൂപ്പരും മിണ്ടട്ടെ, അല്ലെങ്കിൽ ഓളും മിണ്ടട്ടെ. ഇല്ലേ? കുറുമ്പാണ്, ഞങ്ങൾ നിലമ്പൂർ ഭാഷയിൽ കുയിന്ത് എന്നതിന് പറയാ. ഇല്ലേ? വല്ലാത്തൊരു ഈഗോ കോംപ്ലക്സിറ്റിയാണ്. ഓളല്ല പ്രശ്നം ഉണ്ടാക്കിയത്, ഓളെന്നെ മിണ്ടട്ടെ. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, കുറുമ്പ് കാണിച്ച്, കുശുമ്പ് കാണിച്ച് 2 പേരും 2 മുറിയിൽ കിടന്നുറങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ചികിത്സക്ക് വന്നിരുന്ന ഒരു സ്ത്രീ, ഭർത്താവ് മരണപ്പെട്ടു. അതിൻ്റെ ഭർത്താവ് മരണപ്പെട്ട ദുഃഖം മാറ്റാനല്ല, കുറ്റബോധം മാറ്റുവാൻ. എന്തിന്? അവർക്കിടയിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും ഇടയ്ക്കിടെ. പക്ഷെ ഉടനെ ഈ സ്ത്രീ ഭർത്താവിൽ നിന്ന് മാറി മറ്റൊരു റൂമിൽ പോയി കിടന്നുറങ്ങും. പതിവ് പോലെ മറ്റൊരു ദിവസവും അതുപോലെ ചെയ്തു. രാവിലെയായി, ഏകദേശം 7 മണിയായപ്പോൾ മകളുടെ നിർബന്ധപ്രകാരം വാപ്പാനെ പോയി നോക്കുകയാണ്. ഉമ്മ അപ്പാനൊന്ന് പോയി നോക്കി, നിങ്ങളെ കുയിന്തൊന്ന് നിങ്ങൾ മാറ്റിവെക്കി, നിങ്ങളെ കുറുമ്പും വാശിയൊന്ന് മാറ്റിവെക്കി. ഉമ്മ ചെന്ന് നോക്കുമ്പോൾ ചുരുണ്ടുകൂടിയ അവസ്ഥയിൽ കിടക്കുകയാണ് വാപ്പ. അന്ന് തഹജ്ജുദില്ല, അന്ന് സുബഹില്ല, അതൊന്നും നിസ്കരിച്ചിട്ടില്ല, ഉമ്മോട്ട് വിളിച്ചിട്ടുമില്ല. ചുരുണ്ടുകൂടിയ അവസ്ഥയിൽ നിന്നും വിളിച്ചു നോക്കി, വിളി കേൾക്കുന്നില്ല. കുറേ തവണ വിളിച്ചപ്പോൾ ഒന്ന് തൊട്ട് നോക്കാമെന്ന് വിചാരിച്ചു, തട്ടി നോക്കി, ഉണരുന്നില്ല. അവസാനം നേരെ കിടത്തി നോക്കിയപ്പോൾ നേരെ കിടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ, ആ ചുരുണ്ടുകൂടിയ അവസ്ഥയിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 8 മണിക്കൂറുകൾക്ക് മുമ്പേ മരണം പുൽകിയ ആ മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ ഇപ്പോഴും അതിൻ്റെ ദുഃഖത്തിലാണ്. ഒന്ന് ക്ഷമ ചോദിക്കുവാൻ കഴിഞ്ഞില്ല, ഒന്ന് പുറത്തു തരാൻ പറയാൻ സാധിച്ചില്ല. എന്തെല്ലാം പങ്കുവെക്കാനിരുന്നിരിക്കും അദ്ദേഹം ആ നിമിഷത്തിൽ. പ്രിയപ്പെട്ടവൾ ജീവനോടെ ഉണ്ടായിട്ടും അരികിലില്ലാതെ മരണപ്പെട്ട അവസ്ഥ. വർഷങ്ങൾക്കിപ്പുറം ഇന്നും അവർ ആ ദുഃഖം അനുഭവിക്കുകയാണ്. മക്കളൊക്കെ വെറുത്തു. നിങ്ങൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ കുറുമ്പും കുശുമ്പും കൊണ്ട് നടക്കുമ്പോൾ അത് ദീനല്ല, അത് ഇസ്ലാമല്ല. നമുക്കറിയാം, നമുക്കൊരു ധാരണയും ബോധ്യമൊക്കെ ഉണ്ടാവും. 5 നേരം നിസ്കരിച്ചാൽ ദിക്റും സ്വലാത്തും തക്ബീറൊക്കെ ആയിട്ട് കൊണ്ട് നടന്നാലും നമുക്കൊക്കെ സ്വർഗം കിട്ടുന്നു. അതേ അർത്ഥത്തിലും ആഴത്തിലും ദീന് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ബന്ധം മുറിച്ചവരാണ് എങ്കിൽ നിസ്കരിക്കണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവർത്തികൾ കൊണ്ടോ എൻ്റെ ചിന്തകൾ കൊണ്ടെങ്കിലും എൻ്റെ കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ, ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ കുടുംബത്തിനുള്ളിൽ ചെറിയ ഒരു അകൽച്ച, ചെറിയ ഒരു വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എൻ്റെ നിസ്കാരം വിസ്ഫലമാണ്. എൻ്റെ നിസ്കാരത്തിന് ഫലമില്ല, അത് സ്വീകരിക്കുകയില്ല, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല.
എൻ്റെ ഒന്നും റബ്ബ് സ്വീകരിക്കുകയില്ല എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, എത്ര കഷ്ടപ്പെട്ട് എത്ര പ്രയാസപ്പെട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത് അല്ലേ? പണ്ട് ഞാൻ മെഡിസിന് പഠിക്കുന്ന സമയത്തെ കുറച്ചു കാലം ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഈ ഹോസ്റ്റലിൽ നിന്നപ്പോൾ എൻ്റെ ഒരു ആത്മമിത്രമുണ്ട്. അവൾ എൻ്റെ അടുത്ത് ചോദിക്കും, അല്ല ഫറ, നിങ്ങൾക്ക് ഇതല്ലാത്തൊരു പരിപാടി ഇല്ലേ എന്ന്. നിങ്ങൾക്ക് ഇതല്ലാത്തൊരു പരിപാടി ഇല്ലേ? ഏറ്റവും രാവിലെ വെളിച്ചം വെക്കണതിൻ്റെ മുമ്പേ നിസ്കരിക്കുക, അതിൻ്റെ മുമ്പേ ഉറക്കത്തിൽ നീച്ചിട്ട് വേറൊരു നിസ്കാരം, അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേന് പിന്നെ നിസ്കാരം, ഉച്ച മയങ്ങുമ്പോഴത്തേന് പിന്നെ നിസ്കാരം, വെയിൽ ചൂടാറി വരുമ്പോഴത്തേന് വീണ്ടും നിസ്കാരം, രാത്രി വീണ്ടും നിസ്കാരം. ഇതല്ലാതെ വേറൊരു പണിയില്ല. ഇതിനെന്തോരം പ്രയാസമുണ്ട് എന്ന്, ഇതിനെന്തോരം പ്രയാസമുണ്ട്. നമുക്കാർക്കെങ്കിലും അത് പ്രയാസമായി തോന്നിയിട്ടുണ്ടോ? ഒരു പക്ഷേ അതൊരു ദുഃഖമായി, പ്രയാസമായി, നിഷ്പ്രയാസം നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയാണ്, ഒരു ആരാധനാ കർമ്മമാണ്. എന്നാൽ ഒരു എത്ര തിരക്ക് പിടിച്ച ജോലിയിൽ നിന്നും വിട്ടുനിന്ന് പോയി നിയത്തോടുകൂടി വുളു എടുത്ത് വന്ന് അള്ളാഹുവിൻ്റെ മുൻപിൽ സുജൂദ് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടല്ലോ, അത് വെറുതെയാണ് എന്ന്. അത് വെറുതെയാണ്. അത് നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ നിസ്കരിക്കേണ്ടതില്ല. നിങ്ങളുടെ വീട്ടിൽ കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മൾ വലിയ ആൾക്കാരൊക്കെ കാരം നാട്ടുകാരെ പ്രശ്നമൊക്കെ തീർക്കണവരായിരിക്കും, പള്ളിൻ്റെ ഏറ്റവും വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കും, നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ടവനായിരിക്കും, എല്ലാവരുടെയും മുമ്പിൽ അറിയപ്പെട്ടവരായിരിക്കും. കാര്യമില്ലല്ലോ. എന്തേ? നാട്ടുകാരെ മുമ്പിൽ, മുറ്റത്ത്, പുറത്ത്, സമൂഹത്തിൽ ഏറ്റവും മികച്ചവനായിട്ട് കാര്യമില്ല. ദീനിൻ്റെ മാർഗത്തിൽ നാളെ പരലോകത്തെത്തുമ്പോൾ നീ ആരായിരുന്നു എന്ന് ചോദിക്കൂല, നിന്റെ പൊസിഷൻ സമൂഹത്തിൽ എന്തായിരുന്നു എന്ന് ചോദിക്കൂല. അവിടെ ഏറ്റവും ഉത്തമൻ വീട്ടിൽ ഏറ്റവും നല്ലവനാണ്. തൻ്റെ ഇണയോട്, തൻ്റെ സ്ത്രീയോട് ഏറ്റവും നല്ലവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ നമ്മൾ ഓർക്കുക. ആരാൻ്റെ പ്രശ്നമൊക്കെ തീർത്ത് പുരയ്ക്ക് കയറി വരുമ്പോൾ, ആ ഗേറ്റൊക്കെ തുറന്ന് മതിലിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഈ കണ്ട ഫ്രസ്ട്രേഷനും പ്രയാസങ്ങളും മുഴുവൻ അവളോട് തീർക്കുകയാണ് എങ്കിൽ, മക്കളോട് തീർക്കുകയാണ് എങ്കിൽ, ഓർക്കുക, ചെയ്തു വെച്ച ഫലങ്ങളെല്ലാം അള്ളാഹുവിൽ സ്വീകരിക്കുന്നില്ല എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുക. സമ്പത്തിൻ്റെ പേരിലായിരിക്കും. സ്വത്ത് ഓരി വെച്ചപ്പോൾ ഓക്ക് കിട്ടിയത്ര എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഓളെ പറമ്പിൽ 2 തെങ്ങ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ ഓൻ്റെ പറമ്പിൽ 3 തെങ്ങ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ ഓൻ്റെ അതിര് 1/2 സെൻറ്റ് അപ്പുറത്താണ് ഉള്ളത്. പ്രിയപ്പെട്ടവർ, ഇത് നമ്മൾ കൊണ്ടുപോവില്ല. അതിൻ്റെ പേരിൽ എന്തിനാ പിണങ്ങി നിൽക്കുന്നത്? ഒരേ ചോരയാണ് സിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ പേരിലാണ് പിണക്കം? ചിന്തിക്കുക. നമ്മൾ തഹജ്ജുദ് മുതൽ 7 മണി വരെ നിസ്കാര പായയിൽ തസ്ബീഹ് മാലയും പിടിച്ച് സുജൂദ് ചെയ്ത് കരഞ്ഞ് ദുആ ചെയ്തിട്ട് കാര്യമില്ല. കയറി ചെല്ലുമ്പോൾ അടുക്കളയിലുള്ള മരുമകൾ, അല്ലെങ്കിൽ അടുക്കളയിലുള്ള അമ്മായിമ്മ, അവരോട് കലഹവും ബഹളവും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ആണെങ്കിൽ ആ പായ വേഗം മടക്കി വെച്ചേക്കാം. ആ പായയിൽ ഇരിക്കുന്നത് വെറുതെയാണ് എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. 2 കൂട്ടരെ അള്ളാഹു പരലോകത്ത് വെച്ച് കാരുണ്യം കൊണ്ട് നോക്കുക പോലും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്, ചെയ്യുകയില്ല എന്ന്. ആരാണ് ആ 2 പേര്? ഒന്നാമത്തെ കൂട്ടര് മാതാപിതാക്കളെ നിന്ദിച്ചവരാണ്. 2ാമത്തെ കൂട്ടര് മക്കളെ ഉപേക്ഷിച്ചവരാണ്. നേരത്തെ പറഞ്ഞ അതേ വിഷയം. പ്രായത്തിൻ്റെ ചാബല്യം കാരണം അവരൊരു പക്ഷേ തെറ്റുകളിൽ പെട്ടുപോയേക്കാം, പ്രശ്നങ്ങളിൽ പെട്ടുപോയേക്കാം. പക്ഷേ എനിക്കങ്ങനെയൊരു മകളേ ഇല്ല, എനിക്കങ്ങനെയൊരു മകനേ ഇല്ല, ഞങ്ങൾക്കങ്ങനെയൊരു കുട്ടിയേ ഇല്ല എന്ന് പറഞ്ഞ് അവരെ തിരസ്കരിക്കുകയാണ് എങ്കിൽ ആ ഉമ്മയെയും ഉപ്പയെയും പരലോകത്ത് വെച്ച് അള്ളാഹു ദർശിക്കുകയില്ല, കാരുണ്യത്തോടെ സംസാരിക്കുകയില്ല. ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അവർക്ക് ധാർമ്മികതയുടെ വഴി കാണിച്ച് അവരെ നല്ല പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉമ്മയെയും ഉപ്പയെയും ഒറ്റപ്പെടുത്തുന്നവരെ, ഉമ്മയെയും ഉപ്പയെയും നിന്ദിക്കുന്നവരെ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു ചരിത്രം. കുറേ മക്കളുള്ള ഉമ്മയും വാപ്പയാണ്. മക്കളൊക്കെ പല രാജ്യങ്ങളിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. വാപ്പ പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ വാപ്പ വഴുതി വീണു, തെന്നി വീഴാണ്. തെന്നി വീണ് കാല് 6 മാസത്തേക്ക് അനക്കരുതെന്ന് പറഞ്ഞ് വീട്ടിൽ ഉപ്പ ബെഡ് റെസ്റ്റിലാണ്. മക്കളെല്ലാവരും വീഡിയോ കോൾ ചെയ്തു. വാപ്പാക്ക് അടങ്ങി ഒതുങ്ങി അവിടെ നിന്നൂടെ? ഈ പ്രായത്തിൽ പള്ളിയിൽ പോകാൻ നിൽക്കണോ? ആവശ്യങ്ങളൊക്കെ ഞാൻ നടത്തി തരൂലേ? പൈസ ഞാൻ അയച്ചു തരുന്നില്ലേ? മക്കളുടെ ഓരോരുത്തരുടെയും വക ഉപ്പയോടുള്ള ഉപദേശമാണ്. അന്ന് ഉപ്പ വീണു എന്നറിഞ്ഞ നിമിഷം തന്നെ ഒരു മകൻ
അവൻ്റെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് മക്കളുടെ സ്കൂളിലൊക്കെ ലീവ് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരിക. അടുത്ത ദിവസമായപ്പോഴത്തേക്ക് അവൻ വീട്ടിലെത്തി. വീട്ടിൽ വന്ന് ഒച്ചയുണ്ടാക്കാതെ വാപ്പാൻ്റെ മുറിയിലേക്ക് കയറി. വാപ്പാൻ ഉണർത്താതെ പതുക്കെ ചെയറിട്ട് കസേരയിട്ട് ഇരുന്നിട്ട് വാപ്പാൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പതുക്കെ മാറ്റി ആ പ്ലാസ്റ്ററിൻ്റെ മുകളിലുള്ള വാപ്പാൻ്റെ കാലിൽ ഇങ്ങനെ സ്പർശിച്ചതും വാപ്പ ഉണരുകയാണ്. ഉണർന്നപ്പോൾ വാപ്പാനോട് ചോദിച്ചു, അല്ലപ്പാ വേദന ഉണ്ടോ, നിങ്ങൾക്ക് വേദന ഉണ്ടോയെന്ന്. വാപ്പ നൽകിയ മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ, മോനെ ഇതുവരെ വേദന ഉണ്ടായിരുന്നോന്ന്. ഈ നിമിഷം വരെ ഉപ്പാക്ക് വേദന ഉണ്ടായിരുന്നു, പക്ഷെ നീ വന്നില്ലേ, നീ എന്നെ സ്പർശിച്ചില്ലേ, ഇപ്പൊ ഉപ്പാക്ക് വേദന ഇല്ലാന്ന്. നമ്മൾ ഓർക്കണം, നമ്മൾ എങ്ങനെ സ്പർശിച്ചാലും എങ്ങനെ സംരക്ഷിച്ചാലും ആ ബാധ്യതയ്ക്ക് ഉത്തരമാവുന്നില്ല. പ്രായമായ ഉമ്മയും ഉപ്പയും നമുക്കരികിൽ നിന്നും നാം അവരെ പരിചരിച്ച് മനോഹരമായി അവരെ സംരക്ഷിച്ച് അവർ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ എനിക്കെൻ്റെ തമ്പുരാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ സ്വർഗം അവരുടെ കൈകളിലാണ്, എൻ്റെ സ്വർഗം അവരുടെ അരികിലാണ്. എന്ന് പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം പ്രായമാവുമ്പോൾ 6ഉം 60ഉം ഒരുപോലെയാകും. 6 വയസ്സായവൻ കുരുത്തക്കേട് കാണിക്കുന്നത് പോലെ കുരുത്തക്കേടുകൾ കാണിക്കും. ഒരുപക്ഷെ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുമാർ അവർ പെരുമാറും. എങ്കിലും പറയരുത് എന്ന് പറയുമ്പോൾ ഓർക്കുക, സംരക്ഷണമാണ്, കാരുണ്യമാണ് നാം അവിടെ നൽകേണ്ടത്. അവർക്ക് സ്നേഹത്തിൻ്റെ കാരുണ്യമാണ് നൽകേണ്ടത്. ഞങ്ങളുടെ നാട്ടിലുണ്ടായ ഒരു സംഭവമാണ്. ഒരു ഉമ്മ 6 മക്കളാ, 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. വാപ്പ ചെറുപ്പത്തിലേ മരിച്ചു. ചെറിയ കുട്ടിയെ പ്രസവിച്ച് 40 ആവുന്നതിൻ്റെ മുൻപേ വാപ്പ മരണപ്പെട്ടു. പിന്നീട് ആ ഉമ്മ ഒറ്റയ്ക്കാണ് 6 മക്കളെ വളർത്തി വലുതാക്കിയത്. ഒറ്റയ്ക്കാണ് ഈ ഉമ്മ ഈ 6 മക്കളെ വളർത്തി വലുതാക്കിയത്. പക്ഷേ ഉമ്മയുടെ ഭാരം, ഉമ്മയുടെ പ്രയാസം പടച്ചോൻ കണ്ടു. മക്കൾ 6 പേരും ഉന്നത നിലകളിലെത്തി. 6 മക്കളും ഗവൺമെൻറ് എംപ്ലോയീസായി. അങ്ങനെ ഉമ്മ വാർദ്ധക്യത്തിലേക്ക് എത്തി. ഉമ്മയ്ക്ക് സ്വമേധയാ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയെത്തി. ഉമ്മ സെമിപ്ലീജിയ എന്ന് പറയുന്ന അസുഖത്തിലെത്തി. ഉമ്മയുടെ പകുതി ഭാഗം തളർന്നു പോയി. അങ്ങനെ കിടപ്പിലായ ഉമ്മയെ ആര് നോക്കും? കിടപ്പിലായ ഉമ്മയെ ആര് നോക്കുമെന്ന വലിയ ചോദ്യം അവിടെ ഉരുത്തിരിഞ്ഞു വരികയാണ്. ചെറിയ മോന് ഗൾഫിലാ. ഓൻ പറഞ്ഞു, ഞാൻ പൈസ അയച്ചുതരാം, ഉമ്മാനെ നോക്കാനുള്ള ഫുൾ പൈസയും ഞാൻ അയച്ചുതരാം, നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളീന്ന്. ആരും മുഴുവനായും ഉമ്മയെ ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഉമ്മയെ പൂർണ്ണമായും പരിചരിക്കുവാൻ ആരും തയ്യാറല്ല. ഒടുവിൽ അവർ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. 1 മാസം ഒരാൾ, അടുത്ത മാസം ഒരാൾ, 6 മാസം 5 മാസം കഴിയുമ്പോഴല്ലേ ആദ്യത്തെ ആളെടുത്തേക്ക് എത്തുള്ളൂ. കുറച്ചൊരു സമാധാനം 5 ആക്കും. ഓരോ മാസം ഓരോരുത്തരും നോക്കട്ടെ. അങ്ങനെ ഈ ഒരു റൊട്ടീൻ ഇങ്ങനെ തുടർന്ന് പോവാണ്. 29-ാം തീയതി ആകുമ്പോഴത്തേന് അടുത്ത ആൾ വരും, അടുത്ത ഊഴത്തിലുള്ള ആൾ വരും, ഉമ്മാനെയും കൊണ്ടുപോകും. അയാൾ 29-ാം തീയതി ആകുമ്പോഴത്തേന് ഉമ്മാൻ്റെ കെട്ടും പാണ്ടൊക്കെ കെട്ടി റെഡിയാക്കി വെക്കും, അടുത്ത ആളുടെ ഊഴം കാത്ത്. ഒരു ദിവസം മാറി മറിഞ്ഞു. 29 കഴിഞ്ഞു, 30 കഴിഞ്ഞു. 30 കഴിഞ്ഞ് 30-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ മോള് വിളിച്ചു മകനെ, അല്ല ജന്ത ഉമ്മാനെ കൊണ്ടുവരാൻ വരാത്തത്, ഈ മാസം എൻ്റെ ഊഴല്ലേ എന്ന്. ഈ മാസം നിന്റെ ഊഴമല്ലേ എന്ന് പറഞ്ഞിട്ട് മകൾ ആങ്ങളേനെ വിളിക്കാണ്. ഓൻ പറഞ്ഞു, എനിക്ക് കുറച്ച് സാവകാശം തരണം, ഞാനൊരാഴ്ച കഴിഞ്ഞിട്ട് വരാം, എനിക്കൊരു തിരക്കുണ്ട് എന്ന്. ഒരാഴ്ചയായപ്പോഴത്തേക്ക് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? മകളും ആങ്ങളേനെ. എന്തേ വരാത്തത്? എനിക്കും തിരക്കുണ്ട്, ഉമ്മാനെ കൊണ്ടോണ്ടേ. ഒരാഴ്ചയും കഴിഞ്ഞ് 15 ദിവസമായി. ഇവൻ അക്ഷമനായി, മകൾ അക്ഷമയായി. ആങ്ങളനെ വിളിച്ച് വീണ്ടും വഴക്കായി. എന്താ ഈ കൊണ്ടുവരാൻ വരാത്തത്? അപ്പം മകനെ, ഈ മാസം ഇയാൾ നോക്ക്, എനിക്ക് സൗകര്യമല്ല ഈ മാസം നോക്കാനെന്ന്. മകള് ചെയ്തത് എന്താണെന്നറിയോ? ഉമ്മയെ കട്ടിലോടെ എടുത്ത് കൊണ്ടുപോയി ആങ്ങളേൻ്റെ വീടിൻ്റെ മുൻപിൽ കൊണ്ടുപോയി വെച്ചു. ആങ്ങളയുടെ വീടിൻ്റെ വാതിലിന് മുൻപിൽ കൊണ്ടുപോയി വെക്കാണ് പ്രിയപ്പെട്ട ഉമ്മയെ, സ്നേഹനിധിയായ ഉമ്മയെ. അന്ന് കരയാനും കിടന്നെടുത്ത് വെച്ച് മൂത്രമൊഴിക്കാനും മാത്രം അറിയായിരുന്ന ആ കുട്ടിയെ ഒരു ശാപവാക്കും പറയാതെ ഓമനിച്ച് ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട ഉമ്മയെ വാതിൽ പുറത്ത് മുറ്റത്ത് ഉപേക്ഷിച്ച് പോവുകയാണ് പ്രിയപ്പെട്ട മകൾ. മോനാണെങ്കിൽ വാതിൽ തുറക്കൂല. കുറേ കോളിംഗ് ബെല്ലടിച്ചു, മകൻ വാതിൽ തുറന്നില്ല. പ്രിയപ്പെട്ട ഒരു അയൽവക്കക്കാരൊക്കെ കൂടാണ്. ആ നാട്ടുകാർ മുഴുവൻ അവിടെ കൂടി. ആരും ഇതിന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആരും ഉമ്മാനെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. ഒടുവിൽ അവിടുത്തെ SI വരികയാണ്.
അങ്ങനെ SI വന്നു. SI പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് ഉമ്മാനെ. അന്യമതസ്ഥനായിരുന്നു, ഇസ്ലാം മതവിശ്വാസിയല്ല. അയാൾ വന്ന് ഈ ഉമ്മയെ കൊണ്ടുപോവാണ് അയാളുടെ വീട്ടിലേക്ക്. അവിടെ കൊണ്ടുപോയി ഉമ്മയെ പരിചരിച്ചു, ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉമ്മക്ക് വേണ്ട ചികിത്സകളൊക്കെ കൊടുത്തു. ഒടുവിൽ ആ ഉമ്മ മരണപ്പെടുമ്പോൾ ഒരാളുടെ കണ്ണുനീര് മാത്രം തോരാതെ ഒഴുകിക്കൊണ്ടിരുന്നു. അത് ആ ഉമ്മയെ നോക്കിയ ഹോം നേഴ്സ് മാത്രമായിരുന്നു. നിങ്ങൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, കാലം തന്നെയാണ് സത്യം. ഇന്ന് അനുഭവിക്കുകയാണ് ഈ ഗതി ഉമ്മയ്ക്ക് വരുത്തിയ ആ മകൾ അവരുടെ മക്കളെ കൊണ്ടും അവരുടെ മരുമക്കളെ കൊണ്ടും അനുഭവിക്കുന്നത് ലോകം മുഴുവൻ ചുറ്റും നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഉള്ളിൽ എല്ലാവരും മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, ചെയ്തതിൻ്റെ ഫലം ഇതാ അനുഭവിക്കുന്നു എന്ന്. പണ്ടുങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ ഒരു കഥ? ബാപ്പ മരിച്ചു, വല്ലിപ്പ മരണപ്പെട്ടു. മരിച്ചതിന് ശേഷം വല്ലിപ്പ ഇറങ്ങിപ്പോവാതിരിക്കാൻ പ്രായം കൊണ്ട് ചില മാറ്റങ്ങളൊക്കെ വാപ്പാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇറങ്ങിപ്പോവാതിരിക്കാൻ വാപ്പാനെ ചങ്ങല കൊണ്ട് കെട്ടിയിടുമായിരുന്നു മകൻ. വാപ്പായുടെ മരണശേഷം ആ ചങ്ങല ഊരിക്കളയാൻ ഒരുങ്ങുമ്പോൾ പേരക്കുട്ടി വന്ന് ഉപ്പാനോട് പറയുന്നുണ്ട്, ഉപ്പ ഈ ചങ്ങലങ്ങൾ കൊണ്ടേ കളയണ്ടാട്ടോ, നിങ്ങൾക്ക് പ്രായമാവുമ്പോൾ നിങ്ങൾക്ക് വയസ്സാവുമ്പോൾ നിങ്ങളെ കെട്ടിയിടാനും ഞങ്ങൾക്ക് ഈ ചങ്ങല ഉപയോഗിക്കാമെന്ന്. കാലമാണ് സത്യം. അതുകൊണ്ട് എന്താണോ നമ്മൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത്, സ്നേഹമുള്ള കുടുംബാന്തരീക്ഷമാണ് നൽകുന്നതെങ്കിൽ തിരിച്ചും ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും. തിരിച്ചും ആ സ്നേഹം തന്നെ അവർ നമ്മൾക്ക് നൽകുക തന്നെ ചെയ്യും. കണ്ണാടി പോലെയാണ് നമ്മുടെ മക്കള്. കണ്ണാടി നോക്കി ചിരിച്ചാൽ തിരിച്ചും ചിരിക്കുകയല്ലേ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ? കണ്ണാടി നോക്കി കരയുകയോ ദേഷ്യം പിടിക്കുകയോ ചെയ്യുമ്പോൾ തിരിച്ചും ദേഷ്യമോ കോപമോ ലഭിക്കുന്നത് പോലെ മക്കളും തിരിച്ചു നൽകും. അതുകൊണ്ട് ആ ക്യാമറയ്ക്ക് മുൻപിൽ മനോഹരമായി അഭിനയിക്കുക. മക്കളാകുന്ന ക്യാമറയ്ക്ക് മുൻപിൽ ആ വീഡിയോ എടുക്കുമ്പോൾ തന്നെ മൊഞ്ചായി നിന്ന് കൊടുക്കുക. കാരണം പിന്നീട് ആ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് മൊഞ്ചാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അവരുടെ വളർച്ചയിൽ അവർ കാണുകയാണ് ഉമ്മ ഉപ്പ എങ്ങനെ പെരുമാറുന്നു, ഉമ്മ ഉപ്പ എങ്ങനെ സംസാരിക്കുന്നു, അവർക്കിടയിലുള്ള സ്നേഹം എങ്ങനെയാണ്, അവർ ബന്ധങ്ങളോട് എങ്ങനെ സ്നേഹം പുലർത്തുന്നു. അതുകൊണ്ട് നല്ല മാതൃക കാണിക്കുക. അത് തന്നെയാണ് കുടുംബത്തിലേക്ക് മക്കളെ ആകൃഷ്ടരാക്കാനുള്ള മാർഗമെന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, പൊന്നോമന മക്കളാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഇല്ലേ? മടുപ്പുണ്ടാ? ആരെ പാട്ട് പാടുക? രണ്ടുപേരും പാട്ട് പാടിയല്ലോ നമുക്ക്. മദീന റൗള മുനവറയിൽ അന്തിയുറങ്ങും ത്വാഹ റസൂലേ സലാം. അവിടം വന്ന് തിരുമുമ്പിന്ന് ഒന്ന് സലാമോദിടാൻ കൊതിയെന്നില്. മദീന റൗള മുനവറയിൽ അന്തിയുറങ്ങും ത്വാഹ റസൂലേ സലാം. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കിയ ഈ 3 ബന്ധങ്ങൾ, അത് ശാരീരികമായ അടുപ്പങ്ങൾ, പരസ്പരം തൊടാനും കെട്ടിപ്പിടിക്കുവാനും ഐ ലവ് യു എന്ന് പറയുവാനും മടുപ്പ് തോന്നാത്ത രീതിയിൽ കുടുംബ ബന്ധങ്ങളെ നാം ഉണർത്തേണ്ടതുണ്ട്. പെൺകുട്ടികൾ ക്ലിനിക്കിൽ വന്ന് പറയണതാ, ഇന്ന വീട്ടിൽ ആർക്കും സ്നേഹമില്ല ഡോക്ടറെ, ഇന്ന വീട്ടിൽ ആർക്കും സ്നേഹമില്ല, ഇന്നെ സ്നേഹിച്ചത് ഓൻ മാത്രമാണ്, എന്നോട് ആദ്യമായിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞത് ഓനാണ് എന്ന്. എന്തേ? ഉമ്മാർക്ക് സ്നേഹമില്ലാണ്ടിരിക്കോ മക്കളോട്? ഉമ്മാർക്ക് സ്നേഹമില്ലാണ്ടിരിക്കൂല, വാപ്പാർക്കും സ്നേഹമില്ലാണ്ടിരിക്കൂല. കാരണം നമ്മുടെ രണ്ടുപേരുടെയും ഉത്തരമാണ് മക്കൾ എന്ന് പറയുന്നത്. പപ്പാതിയാണ് മക്കൾ എന്ന് പറയുന്നത്. 23 ക്രോമസോം ഉമ്മയുടെയും 23 ക്രോമസോം ഉപ്പയുടെയുമാണ്. പിന്നെ എങ്ങനെ സ്നേഹമില്ലാതിരിക്കും? പക്ഷേ അത് പ്രകടിപ്പിച്ചില്ല എന്നതാണ്, അത് പ്രകടിപ്പിച്ചില്ല എന്നതാണ് തെറ്റ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഐ ലവ് യു എന്ന് മക്കളും ഉമ്മമാരും വാപ്പമാരും പരസ്പരം പറയട്ടെ. പരസ്പരം ക്വാളിറ്റി ടൈം, പരസ്പരം ബ്ലൂം ടൈം എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. വിത്തൗട്ട് സ്ക്രീനുകളൊന്നുമില്ലാതെ, മൊബൈൽ ഫോണോ TV യോ ഗാഡ്ജറ്റ്സോ ലാപ്ടോപ്സോ സിസ്റ്റംസോ ഒന്നുമില്ലാത്ത സമയങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവേണ്ടതുണ്ട്. കുട്ടികളുടെ പഠനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് 1 മണിക്കൂർ, 1/2 മണിക്കൂറെങ്കിലും ഉമ്മയും ഉപ്പയും മക്കളും വല്യമ്മയും വല്ലിപ്പയും കൂടിയിരിക്കുന്ന മനോഹര നിമിഷങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അവിടെ മാത്രമേ മാനസിക അടുപ്പം ഉണ്ടാവുകയുള്ളൂ.
അവിടെ മാത്രമാണ് മാനസിക അടുപ്പം ഉണ്ടാവുകയുള്ളൂ. അവിടെ സംസാരിക്കണം. സംസാരത്തിലൂടെ മാത്രം ലഭിക്കുന്ന ഒന്നാണ് മാനസിക അടുപ്പം. അത് സംസാരിക്കാത്തടത്ത് ഉണ്ടാവില്ല, ടെക്സ്റ്റിലൂടെ അത് കിട്ടൂല. നമുക്കറിയാം, നമ്മുടെയൊക്കെ കൈകളിൽ മൊബൈൽ ഫോണുകളാണ്. ആ മൊബൈൽ ഫോണിന് കൊടുക്കുന്നതിൻ്റെ പകുതി സമയമെങ്കിലും കുടുംബാംഗങ്ങൾക്ക് നൽകുക. ലലിച്ചോക്കി പിരിയാൻ മടുപ്പാണില്ലേ, നമുക്ക് മൊബൈൽ ഫോണിനെ പിരിയോ നമുക്ക് പേടിയാ. അതുകൊണ്ട് രാത്രി ഉറങ്ങുമ്പോൾ പോലും ആ മൊബൈൽ ഫോണിനെ നമ്മൾ തലയിണയുടെ താഴേക്ക് വെക്കും. അത്ര പോലും പിരിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലും തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആൾ ജീവനോടുണ്ടോ എന്ന് ചിലപ്പം തൊട്ട് നോക്കൂല. നമ്മൾ ആദ്യം എടുക്കുക ഈ മൊബൈൽ ഫോൺ തന്നെയാണ്. അതിൻ്റെ വെളിച്ചം കണ്ടുകൊണ്ടാണ് നമ്മൾ ഉണരുക. ചിന്തിക്കുക, സമയം കുറക്കുക. മൊബൈൽ അഡിക്ഷൻ മാറ്റാൻ വേണ്ടി മക്കളെ കൊണ്ടുവരുമ്പോഴേ കുട്ടികളോട് സംസാരിച്ച് കഴിഞ്ഞ് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞാൽ മക്കൾ ചോദിക്കും, അല്ല ഡോക്ടറെ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന്. അപ്പോൾ കുഞ്ഞുങ്ങളെക്കാൾ വലിയ മൊബൈൽ അഡിക്ഷനാണ് പാരൻസിന്, ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എന്ന് മനസ്സിലാക്കുക. പറയുന്നത് മാത്രം പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നത് മാത്രം പറയുക. മക്കളോട് ഉപദേശിക്കുന്നത് നാം പ്രവർത്തിക്കുന്ന കാര്യങ്ങളാക്കുക. കാരണം അവരുടെ തലച്ചോറ് 1800 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്, നമ്മുടേത് 1500 ഉള്ളൂ. പഴയ മക്കളെ പറ്റിച്ചതുപോലെ പുതിയ കുട്ടികളെ പറ്റിക്കാൻ സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മാനസിക അടുപ്പവും ആത്മമായിട്ടുള്ള അടുപ്പവും ബന്ധങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കുക. ആത്മീയ അടുപ്പത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരിക്കല് 75 വയസ്സായ ഒരു വല്ലിപ്പാനെയും ഏകദേശം ഒരു 69-70 വയസ്സിനോളം അടുത്ത ഒരു വല്യമ്മയും കൊണ്ട് ക്ലിനിക്കിൽ പേരക്കുട്ടികൾ വരിക. ക്ലിനിക്കിൽ വന്നപ്പോഴേ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു സംശയം, പടച്ചോനെ, ഈ വല്യമാക്കും വല്ലിപ്പാക്കും എന്ത് കൗൺസിലിംഗ് കൊടുക്കാനാണ്? അവർക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊരു വലിയ ചോദ്യചിഹ്നം എൻ്റെ മുമ്പിൽ വന്നു. വളരെ രസകരമായിരുന്നു. അന്നത്തെ എൻ്റെ ദിവസം ധന്യമാക്കിയ ഒരു അനുഭവമായിരുന്നു. ഇവരുടെ പ്രശ്നം എന്താണെന്നറിയോ? വല്ലിപ്പാക്ക് ഉറങ്ങാൻ ഫാന് വേണം, വല്യമാക്ക് ഉറങ്ങാൻ ഫാന് വേണ്ട. വല്ലിപ്പാക്ക് ഫാന് വേണം, വല്യമാക്ക് ഫാന് വേണ്ട. പരിഹാരം കാണണം. മക്കള് പരിഹാരം കണ്ടു. എന്താണെന്നറിയോ? രണ്ടാളും 2 റൂം കിടക്കട്ടെ. പണി കഴിഞ്ഞില്ലേ? 2 പേര് 2 റൂം കിടന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ഉമ്മയും വാപ്പയാണെങ്കിൽ ഉറങ്ങൂല. 2 റൂം കിടന്നാലേ ഓൾക്ക് രണ്ടാക്കും ഉറക്കം വരൂല എന്ന്. അപ്പോൾ വലിയ പേരക്കുട്ടി ഇടപെട്ടു. വലിയ പേരക്കുട്ടി പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാളും 2 കട്ടിലിൽ കിടക്കട്ടെ. വാപ്പ ഒരു മൂലയിലും ഉമ്മാനെ മറ്റൊരു മൂലയിലും 2 കട്ടിലിൽ കിടത്താം. ഫാന് വാപ്പാൻ്റെ സൈഡിലേക്ക് തിരിച്ചു വെക്കാം. പക്ഷേ ഉമ്മയും വാപ്പയാണെങ്കിൽ 2 കട്ടിലിൽ കിടക്കൂല. അവസാനം ചെറിയ പേരക്കുട്ടി ഇടപെട്ടിട്ട് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കട്ടിൽമേ ഒരു ബെഡിൽ കിടന്നോട്ടെ, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കിടന്നോട്ടെ എന്ന്. 2 അറ്റത്ത് കിടന്നോട്ടെ. വാപ്പാൻ്റെ സൈഡിലേക്ക് ഫാന് തിരിച്ചു വെക്കാം, ഉമ്മാൻ്റെ സൈഡിലേക്ക് തിരിച്ചു വെക്കണ്ട. വെല്ലിമ്മയും വെല്ലിപ്പയാണെങ്കിൽ 2 സൈഡിലും കിടക്കൂല. ഓൾക്ക് രണ്ടാക്കും അടുത്തന്നെ കിടക്കണം. ആലോചിച്ച് നോക്കൂ. സാധാരണ ക്ലിനിക്കിൽ നിന്ന് പോകുമ്പോഴേ കുറേ കൊട്ടക്കണക്കിന് പ്രശ്നങ്ങളാണ് എനിക്ക് ഉണ്ടാവല്ലേ. കുറേ കൊട്ടക്കണക്കിന് പ്രശ്നങ്ങൾ കേട്ട് ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാ വീട്ടിലേക്ക് പോവുക. അതൊക്കെ നൗഷാദ് പങ്കുവെച്ച് കഴിയുമ്പോഴാണ് പിന്നെ റിലീഫ് കിട്ടുക. അന്നത്തെ ദിവസം മനോഹരമായിരുന്നു. ഈ ഒരു അനുഭവം എനിക്ക് കുളിരേകിയ അനുഭവമായിരുന്നു പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മുടെ മാതൃക. ഈ ആത്മബന്ധമുണ്ടാവണമെങ്കിൽ പരിഗണന വേണം, പരസ്പരം അംഗീകാരം വേണം. എന്താണ് ഇണകൾക്കിടയിലുള്ള പരസ്പര അംഗീകാരവും പരിഗണനയും എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരനുഭവം ഇത്രയേറെ നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അംഗമാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പങ്കുവെക്കുകയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഉമ്മ ഉപ്പ, എൻ്റെ ഉമ്മയിൽ നിന്നും എൻ്റെ ഉപ്പയിൽ നിന്നും ഞാൻ പഠിച്ച ഒരു അനുഭവമാണ്. എൻ്റെ ഉമ്മയും ഉപ്പയും ഗവൺമെൻറ് എംപ്ലോയീസാണ്. ഉമ്മയും ഉപ്പയും അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്ന ഏറ്റവും ചെറിയ പ്രായത്തിലെ PSC ലഭിച്ച് ഗവൺമെൻറ് എംപ്ലോയീസ് ആയവരാണ് 2 പേരും. ഉപ്പയോളം ശമ്പളം ഉമ്മയും വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്. എൻ്റെ ഉമ്മ പുറത്ത് പോകുമ്പോൾ, ഉമ്മ വീട്ടിൽ നിന്ന് പുറത്ത് ഒറ്റയ്ക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഉപ്പാനോട്ട് ചോദിക്കും, നോക്കി എനിക്ക് പൈസ എന്തെങ്കിലും തരുമോ എന്ന്. നോക്കി എനിക്ക് പൈസ എന്തെങ്കിലും തരുമോ എന്ന് എപ്പോഴും ഉമ്മ ഉപ്പയോട് ചോദിക്കുന്നത് ഞാൻ കാണാറുണ്ട്. മുതിർന്നതിന് ശേഷം കുറച്ചൊരു പക്വതയൊക്കെ എത്തിയതിന് ശേഷം ഞാൻ ഒരു ദിവസം ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് ശമ്പളം കിട്ടണില്ലേ? നിങ്ങൾക്ക് സാലറി ഉണ്ടല്ലോ, ഉപ്പാക്ക് കിട്ടണ അത്രയൊക്കെ തന്നെ സാലറി നിങ്ങൾക്കും കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാ പിന്നെ നിങ്ങൾ ഉപ്പാനോട് പൈസ ചോദിക്കണേന്ന്. ഉമ്മ ചേർത്തിരുത്തിക്കൊണ്ട് തലോടി ഒരു മുത്തം തന്നുകൊണ്ട് എൻ്റെ അടുത്ത് ഉപദേശിച്ച ആ കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെ നിൽക്കാൻ എന്നെ പ്രാപ്തയാക്കിയത് പ്രിയപ്പെട്ടവരെ. ഉമ്മ പറഞ്ഞു, അത് ഉമ്മ ഉപ്പാക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് മോളെ.
ഉപ്പാക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്. ഉപ്പയുടെ ഒപ്പം അല്ലെങ്കിൽ ഉപ്പയുടെ അത്ര തന്നെ ശമ്പളം വാങ്ങുന്നവളാണ് ഞാൻ എന്ന അഹങ്കാരം എനിക്കുണ്ട് എന്ന് ഉപ്പാക്ക് തോന്നാൻ പോലും പാടില്ല. അതെനിക്ക് ഉപ്പാക്ക് തോന്നാൻ പോലും പാടില്ല. അതുകൊണ്ട് ഞാനത് ഉപ്പാക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. ഉപ്പ വളരെ ആനന്ദത്തോടു കൂടിയിട്ട് അത് സ്വീകരിക്കുകയും ചെയ്യും. ആ ഒരു പാഠം ഈക്വലാണ്. എൻ്റെ വീട്ടിൽ പൂർണ്ണമായും ഈക്വലായിരുന്നു അവർ രണ്ടുപേരും. അങ്ങേയറ്റം ഈക്വാലിറ്റി കാണിക്കുന്നവരാ. ഉമ്മ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉപ്പ ഞങ്ങളെ 3 പേരെയും കുളിപ്പിക്കും. ഞങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. വളരെ മാതൃകാപരമായ ദമ്പതികളായിരുന്നു ഉമ്മയും ഉപ്പയും. അൽഹംദുലില്ലാ കയറി ചെന്ന വീട്ടിലെയും ഉമ്മയും ഉപ്പയും തഥൈവ അതുപോലെ തന്നെയാണ് ഒരു പക്ഷേ ഇവിടെ നിൽക്കുന്നതിന് കാരണക്കാർ. അതുകൊണ്ട് തന്നെ ആ പരിഗണന ഞാൻ പഠിച്ചത് അവിടെ നിന്നാ. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഉപ്പ ഓഫീസിൽ നിന്ന് വരുമ്പോൾ വൈകുന്നേരമായി ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപ്പാൻ്റെ കയ്യിലുണ്ടാവും. കൗതുകം നിറഞ്ഞ് എന്തെങ്കിലും തിന്നാൻ പറ്റുന്നതോ അല്ലെങ്കിൽ സമ്മാനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഉപ്പയുടെ കയ്യിൽ ഒരു പൊതി കൂടെ ഉണ്ടാവും. ആ പൊതി ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരൂല. ഇതുവരെ ആ പൊതി ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഒരുപക്ഷെ ഞങ്ങൾക്കുള്ള മിഠായിയൊക്കെ തന്നെ ഒരു കഥയിലുണ്ടാവുക, അത് ഉമ്മാക്കുള്ളതാ. അതെന്നും ഉമ്മാക്ക് കൊടുക്കും. അത് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും ആ പൊതിയിൽ ഉണ്ടാവുക. അന്നൊക്കെ കുറുമ്പും കുശുമ്പൊക്കെയാണ് തോന്നിയിരുന്നത്. ഇന്ന് ഒരു പക്ഷേ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആ ഉമ്മയും ഉപ്പയുമാണെന്ന് വിശ്വസിക്കുമ്പോൾ അതാണ് പ്രിയപ്പെട്ടവരെ പരിഗണന. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. ഉമ്മ ഉപ്പയ്ക്കും ഉപ്പ ഉമ്മയ്ക്കും കൊടുക്കുന്ന പരിഗണനയും സ്നേഹവുമാണ് മക്കൾ കാണേണ്ടത്. അല്ലാതെ ഉപ്പയെ കുറ്റപ്പെടുത്തുന്ന ഉമ്മയെയും ഉമ്മയെ ചീത്ത വിളിക്കുന്ന കുറ്റപ്പെടുത്തുന്ന വാപ്പയെയും അല്ല മക്കൾ കാണേണ്ടത്. അവരൊന്നാണ്. അവരൊന്നായിക്കൊണ്ട് വളർത്തേണ്ടതുണ്ട് മക്കളെ. ആ പരിഗണനയിലൂടെ ആ സ്നേഹത്തിലൂടെയാണ് നമ്മളെ മക്കൾ വളരുന്നത് എന്ന് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അതിലൂടെ മാത്രമേ ആത്മബന്ധം ഉണരുകയുള്ളൂ. അതിലൂടെ മാത്രമേ മാനസിക അടുപ്പവും ആത്മീയ അടുപ്പവും അതുപോലെ ശാരീരിക അടുപ്പവും ഉണ്ടാകുകയുള്ളൂ. നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ, നമ്മുടെ മക്കൾ കൺകുളിർമയേകുന്ന മക്കളാക്കി തീർക്കുവാൻ സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ ഒത്തുകൂടൽ, നിങ്ങളുടെ കൂടിച്ചേരൽ ഇന്നിവിടെ അവസാനിക്കാനുള്ളതല്ല. എന്നും ഇതുപോലെ റഹ്മത്തിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സദസ്സുകൾ ഉണ്ടാക്കിയെടുക്കുവാനും ഈ സ്നേഹവും ഒരുമയും കാരുണ്യവും എന്നും ഇതുപോലെ നിലനിർത്തുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാവട്ടെ. ഈ ഒരു കൂടിച്ചേരൽ ഏറ്റവും നല്ല ഒരു സത്ഫലമായി കൊണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.